എന്ത് പറ്റി? വന്നോ? ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇവിടെ നല്ല മഴയുണ്ടാ. മഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗംഭീര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മുറ്റത്തൊക്കെ നിറയെ വെള്ളവും ചെളിയൊക്കെ കെട്ടിക്കിടന്നിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ മുറ്റത്തുള്ളൊരു ഡ്രം നിറഞ്ഞൊഴുകുന്ന സീനാണ്ടി കാണാം, അത്രയും വെള്ളമാണ്. അപ്പോൾ ഇന്ന് യുവിക്ക് സ്കൂളിൽ റെഡ് ഡേ ആയതുകൊണ്ട് അവർക്ക് റെഡ് കളറിലെ ഡ്രസ്സാണ് ഇട്ടിട്ട് പോകേണ്ടത്. നിങ്ങളുടെ മക്കൾക്കുണ്ടോ അങ്ങനെ? അങ്ങനെ അതേ പതിവ് പോലെ തന്നെ ഞാൻ എൻ്റെ വർക്കിലേക്ക് കിടക്കണേണ്. കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്, ചേട്ടൻ്റെ ഫ്രണ്ട് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഇത് കെട്ടിലെ മീനാണ് കേട്ടോ. അപ്പോൾ അതേ ഇതിനെയൊക്കെ എന്ത് പേരാ പറയണതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ആദ്യം കാണിച്ചത് കരിമീനാണ്. അപ്പോൾ ഇത് വെട്ടിയിട്ട് വറുക്കാനേ പറ്റത്തുള്ളൂ. കറി വെച്ചാൽ അങ്ങനെ കറി വെക്കില്ലേ മീനൊക്കെ, അങ്ങനെ നമ്മളെപ്പോഴും ഫ്രൈ ചെയ്യാറാണ് പതിവ്. അങ്ങനെ എൻ്റെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മീനൊക്കെ വെട്ടി ഞാൻ മസാലയൊക്കെ ഇവിടെ തേച്ച് പിടിപ്പിക്കണതാണ്. മസാല തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് ഞാനത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് പിന്നെ ആണ് എടുത്ത് വറുക്കണത്. എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ മസാലയൊക്കെ നല്ല പിടിച്ച് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇത് രാവിലെ വെച്ച കടലക്കറിയാണ് കേട്ടോ. ഇവിടെ ഇടിയപ്പവും കടലയുമായിരുന്നു. പിന്നെ അതേ ചേട്ടൻ പുറത്ത് പോയി വന്നപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം മേടിച്ചാണിത്. അപ്പോൾ അത് ഇങ്ങനെ ചേട്ടൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും നല്ല നല്ല പാത്രങ്ങൾ, ഗ്ലാസ്സുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും പുള്ളിക്ക് ഭയങ്കര ക്രേസാണ് ഇതിനോടൊക്കെ. അപ്പോൾ ഇത് വാങ്ങിയിട്ട് വന്നതാണ്. അപ്പം ഞാൻ തുറന്നു നോക്കിയതാണ് എങ്ങനെയുണ്ടെന്നൊക്കെ, സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ അതേ സ്പേസ് നന്നായിട്ടുണ്ട്. പിന്നെ എവിടെയോ പോയിട്ട് വന്നപ്പോൾ പിന്നെ ഇതൊക്കെ ഓഫറാണ് കേട്ടോ. നമ്മുടെ വിശാൽ മാർട്ട്, ബിസ്മിയിലൊക്കെ നല്ല ഓഫറുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഈ ഗ്ലാസ് ഇല്ലേ, ഇതൊക്കെ മറ്റേ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ താഴത്ത് വീണാൽ പൊട്ടിപ്പോകുന്ന ഒരു ഐറ്റമാണിത്. പക്ഷെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എല്ലാവരും ചോദിക്കും ഇതിങ്ങനെ വെറൈറ്റി ആയിട്ട് എവിടെ നിന്ന് കിട്ടണമെന്ന്. അപ്പം ചേട്ടനെ എപ്പോൾ പോയാലും എവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അതുപോലെ മഗ്ഗിൻ്റെ കപ്പ്, മണ്ണിൻ്റെ കപ്പ്, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ അതേ രാവിലത്തെ ഇടിയപ്പത്തിൻ്റെ ബാക്കി പൊടി ഉണ്ടായത് വെച്ച് ഞാൻ ഉണ്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ചൂടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ആൾ ഇവിടെ ഐസ്ക്രീം നിന്നിട്ട് ചുണ്ടത്തും കയ്യിലൊക്കെ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. ആൾക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ഞങ്ങളങ്ങനെ കൊടുക്കാറില്ല, വല്ലപ്പോഴും വാങ്ങി കൊടുക്കണമല്ലോ പിള്ളേർക്ക്. അപ്പോൾ അതേ ഇവിടെ ഒരു ഫ്രണ്ട് തന്ന ഗിഫ്റ്റാണത്. അതിൻ്റെ അടപ്പടലം ഇളക്കി വെച്ചേക്കണേണ് ആ കാറ്. അപ്പം അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണതാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് സ്മോക്ക് വരും. അതാണ് അവനവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്. നമ്മുടെ യുവീനെ ഒരു ആഡ് ഷൂട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അവിടെയാണ് കേട്ടോ. ഞാൻ ഇത് നേരത്തെ എടുത്തു വെച്ച വീഡിയോയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തെന്നുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു വ്ളോഗിൽ ചേർക്കാമെന്നുള്ള ഇതിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ വന്നേക്കണേണിത്. അപ്പോൾ ആ വീട്ടിലെ ചേച്ചി ഇങ്ങനെ ഷോർട്ട് ഫിലിമും അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിലേക്ക് വേണ്ടിയിട്ടായിരുന്നു ആഡ്. അപ്പോൾ ചേട്ടനും കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്തോ ഒരു ഫാമിലി സെറ്റപ്പ് ആഡ് ഷൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടന് ഇതിനകത്തൊരു ഭാര്യയൊക്കെ ഉണ്ട്. അപ്പം അവരെന്നെ അത് പറഞ്ഞ് കളയാക്കിക്കൊണ്ടിരിക്കണേ, നിങ്ങൾക്ക് വീട് ചെല്ലുമ്പോൾ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇനു ബേബിക്കാണെങ്കിൽ ഇവിടുത്തെ കട്ടിലൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് പോരാൻ തോന്നാനുള്ള നിറയെ ഇങ്ങനെ ക്യാമറ സ്റ്റാൻഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിന്നിട്ടെ കൊച്ചിന് ആ റൂം ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇവിടെ താഴത്ത് വന്നേക്കണതാണ്. അവിടെ അവർ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ പിള്ളേർ ഞങ്ങൾ താഴത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ടീമിലുള്ളൊരു പയ്യനാണ് കയറി പോയത്. അങ്ങനെ ഇവർ ഇവിടെ വന്ന് കളിക്കണതാണ്. അപ്പോൾ അടുത്ത ഷോട്ട് അവൻ്റെയാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയണതാണ്, അമ്മേ വന്നോട്ടാ, എൻ്റെ കൂടെ വന്നോട്ടാന്ന് പറയണതാണ്. പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ ഇനു ബേബിക്ക് ഈ താഴെ ഈ കാറ് കണ്ടിട്ട് ബഹളം വെച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്നേച്ച്. പക്ഷേ അത് ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കി കേട്ടോ ആ ഷോട്ട്. അതുകൊണ്ട് തന്നെ വേറെ നമുക്ക് പിന്നെയും ഷോട്ടുകൾ ഒരുപാട് പോകേണ്ടി വന്നില്ല. ഇതൊക്കെ അവിടെ അവരുടെ വീട്ടിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതൊക്കെ നല്ല രസമില്ലേ കാണാനായിട്ട്. നല്ലൊരു ഗംഭീര വീടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വീട്. ഫ്രണ്ടിൻ്റെ കസിൻ്റെ വീടാണ്.
അപ്പോൾ ആദ്യത്തെ ഷോട്ട് എനിക്ക് ബാൽക്കണിയിലായിരുന്നു, പിന്നത്തെ ഞങ്ങൾ ഇരുന്നില്ലേ ആ ബെഡ്റൂമിലായിരുന്നു പിന്നത്തെ ഷോട്ട്. അങ്ങനെ ദേ ഇവിടെ പിള്ളേരിങ്ങനെ കളിച്ചുകൊണ്ട് നടക്കണതാണ് ഇവിടെ. യുവിക്ക് പിന്നെ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യുവിക്ക് കളിക്കണം അവരുടെ കൂടെ. അങ്ങനെയാണ്. ആ കൊച്ചും അവിടെ ഒറ്റക്കായിരുന്നു. അപ്പോൾ അതിനും സന്തോഷം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും. പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഉള്ള സീനാണിത്. പഠിക്കലാണ്, പഠിത്തമാണ് ഇപ്പോൾ പ്രധാനം. കാരണം ഇവർക്കിപ്പോൾ മാത്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാത്സൊക്കെ തുടങ്ങി മറ്റേ ആഡ് ചെയ്യാനൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നന്നായിട്ട് ഇരുത്തി പഠിപ്പിക്കണം. പിന്നെ റീഡ് ചെയ്യാൻ മലയാളം ഇംഗ്ലീഷൊക്കെ റീഡ് ചെയ്യാനുണ്ട്. ഇതൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്സ് അടയാളപ്പെടുത്തി കൊടുത്തേക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുഡ്, വെള്ളം, അങ്ങനത്തെ ഇതൊക്കെ വേണം. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ചേട്ടൻ തിന്നാൽ പിന്നെ അനിയനും വേണം. അങ്ങനെ പിന്നെ വീട്ടിൽ വന്നിട്ടുള്ളതാണ് ഈ കാണിക്കുന്നത്. ഇത് നേരത്തെ എടുത്തു വെച്ച ഷൂട്ടാണ് കേട്ടോ ഈ കാണിക്കണത് ഞാൻ. അപ്പോൾ അതേ യുവി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനി കാണിക്കാൻ പോകുന്നത് ഞാൻ നോർമൽ നമ്മൾ രാവിലെ ചെയ്ത വീഡിയോൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കാണിക്കാൻ പോണത്. അപ്പോൾ അതേ ഞാൻ രാവിലെ അല്ല, ഒരു ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ പച്ചരി ഉഴുന്നൊക്കെ കുതിർത്താനിട്ടിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് അടിച്ച് വെക്കാനായിട്ട് പോകണേ ഇനി. അപ്പോൾ എൻ്റെ ദോശമാവൊക്കെ അടിച്ച് കഴിഞ്ഞ് കുളിക്കലൊക്കെ ഞാൻ വൈകുന്നേരം ഉണ്ടാ കുളിക്കണത്. 8:30 ഞാൻ ദേ ദോശമാവ് അടിച്ച് വെക്കണത്. പൊങ്ങുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കാരണം എന്താ പറയുക, തണുപ്പായതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കുറവാണല്ലോ. ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൊങ്ങുള്ളൂ. അതുകൊണ്ട് തുണിയൊക്കെ ഇട്ട് മൂടി അങ്ങനെയാണ് വെക്കണത്. അപ്പോൾ അതേ ചേട്ടൻ ആ വാങ്ങിക്കൊണ്ടുവന്ന പാത്രത്തിൽ എന്തെങ്കിലും ഇടാൻ പറ്റുമോ അറിയാനായിട്ട് ഞാനിവിടെ താഴെ ഇരുന്ന് കടല, പരിപ്പ്, വേറെ ഐറ്റംസൊക്കെ പൊട്ടിച്ചിടാനുള്ള ഇതിലാണ് ഇരിക്കണത്. അപ്പം ആ പാത്രത്തിൽ പിന്നെ ഞാൻ ഓർത്തെന്നാൽ പിന്നെ ഒന്നും വെക്കണ്ട, എന്തെങ്കിലും ഫുഡൊക്കെ ബാലൻസൊക്കെ വരുമ്പോൾ അങ്ങനെ കിറ്റി വെക്കാമെന്ന് ഓർത്തിരുന്നു. അപ്പോൾ യുവി വന്നതിൻ്റെ ഇടയിൽ വന്നപ്പോൾ ഞാൻ പറയണേ, യുവി വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഡ്രസ്സ് ഇടാതെ വരല്ലേ എന്ന് പറഞ്ഞാൽ അവനെ ഓടിപ്പോണതാണ് കാണുന്നത്. അപ്പോൾ അതേ ഞാൻ ഓരോ പാക്കറ്റായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കണുണ്ട് ഇവിടെ. അപ്പോൾ നോക്കണേണ് എന്തൊക്കെ ഉണ്ടെന്ന്, പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ടോയെന്നൊക്കെ നോക്കണേണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൂട്ടം ചിലപ്പോൾ വാങ്ങാനായിട്ടൊക്കെ മറന്നു പോകും. അങ്ങനെയുണ്ട്. അപ്പോൾ അതേ കടലയുണ്ട് ആദ്യം പൊട്ടിച്ചേർന്നത്. നമ്മളിവിടെ ഡെയിലി ചായയുടെ ഒപ്പം കടല, പയർ, പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസാണ് നമ്മൾ കൂടുതൽ വെക്കണത്. അപ്പോൾ അതേ പാത്രത്തിൻ്റെ യഥാർത്ഥ ഓണറാണ് ഈ ഇരിക്കണത്. കാരണം ഇവിടെ എന്ത് പാത്രം വാങ്ങിയാലും ആളായിരിക്കും ആദ്യം എടുത്തത് ഉപയോഗിക്കണത്. അപ്പോൾ അമ്മ ഓഫീസിൽ നിന്ന് വന്നപ്പോഴത്തേക്കും കുറച്ച് റൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓഫീസിൽ നിന്ന് എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കണം ഇവിടെ. അപ്പോൾ മുട്ട പൊട്ടിച്ചിട്ട് ചെയ്യാനായിട്ട് ആണ് ഉദ്ദേശിക്കണം. നമ്മൾ ചില മുട്ടച്ചോറൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെയല്ല. നമ്മൾ വേറെ മസാലയൊന്നും ഇടണില്ല ഇതിനകത്ത്. ജസ്റ്റ് മുട്ട ചിക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് വെറുതെ ഇളക്കി കൊടുക്കുന്നതാണ്. കാരണം ഈ പിള്ളേർ അങ്ങനെ എരിവ് കഴിക്കലൊക്കെ കുറവാണ്. ഒരു കുരുമുളക് കിട്ടിയാൽ പോലും മാറ്റി വെക്കണ പിള്ളേരാണ്. അതൊന്നും കഴിക്കില്ല. യുവി ഒട്ടും തൊടില്ല എരിവ് ഭയങ്കര കൂടുതലാണെങ്കിൽ. അപ്പം മീനൊക്കെ വറുക്കാനിട്ട് പിന്നെ അതേ പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.